നമസ്കാരം. ഗൾഫ് വാർത്തകൾ. സൗദി തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ജിസാനിൽ ഹൃദയാഘാതം മൂലം കഴിഞ്ഞ ചൊവ്വാഴ്ച മരിച്ച മലപ്പുറം താനൂർ ഓലപ്പീടിക സ്വദേശിനി ജമീലയുടെ മൃതദേഹം ഖബറടക്കി. മലപ്പുറം താനൂർ ബ്ലോക്ക് ഓഫീസിന് സമീപം പാലയ്ക്കാവളപ്പിൽ പരേതരായ അലവിക്കുട്ടി ചെറിവി ദമ്പതികളുടെ മകൻ ബഷീർ സൗദിയിലെ ഖത്തീഫിൽ മരിച്ചു. പൊതുപരിപാടിക്കിടെ വെടിവെപ്പ് നടത്തിയ യുവാവ് സൗദിയിൽ പിടിയിലായി. റിയാദിന് സമീപം അൽഖർജ് പട്ടണത്തിൽ നടന്ന സാമൂഹിക പരിപാടിക്കിടയിലാണ് ഇയാൾ പരസ്യമായി തോക്കുകൊണ്ട് വെടിയുതിർത്തത്. ഷാർജയിൽ തെരുവിൽ അലഞ്ഞ പൂച്ചയോട് കൊടും ക്രൂരത. തെരുവിൽ അലഞ്ഞ ഒരു പൂച്ചയുടെ ജനനേന്ദ്രിയം ഒരാൾ കത്തിക്കുന്ന വീഡിയോയാണ് പുറത്തുവന്നത്. കുവൈറ്റിലെ അംഖാര മേഖലയിലെ മരങ്ങൾ സംഭരിച്ചിരുന്ന വെയർഹൌസിന് തീപിടിച്ചു. നിരവധി നാശനഷ്ടങ്ങളുണ്ടായി. ആളപായം ഇല്ല. മലയാളി ഡോക്ടർ ദുബായിൽ അന്തരിച്ചു. തൃശൂർ സ്വദേശിയായ അൻവർ സാദത്താണ് മരിച്ചത്. എല്ലുരോഗ വിദഗ്ധനും ആസ്റ്റർ DM ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ ഭാഗമായ മെഡ്കെയർ ഓർത്തോപീഡിക്സ് ആൻഡ് സ്പൈൻ ഹോസ്പിറ്റലിലെ ഡോക്ടറുമാണ്. വൻതോതിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച 2 ഇറാൻ പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി. ഇറാനിൽ നിന്ന് മത്സ്യബന്ധന ബോട്ട് വഴി ഒമാനിലേക്ക് 68,000-ത്തിലധികം സൈക്കോട്രോപിക് ഗുളികകളും മറ്റ് മയക്കുമരുന്നുകളും കടത്തുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത്. കൊല്ലം സ്വദേശിനിയെ ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തേവലക്കര തെക്കും ഭാഗം കോയിവിള സ്വദേശിനി തട്ടാന്റെ വടക്കയിൽ അതുല്യ ഭവനത്തിൽ അതുല്യ ശേഖറിനെയാണ് ഷാർജയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്.